ഹലോ എവ്രി വൺ, വെൽക്കം ടു മിനി വ്ളോഗ്. മിനി വ്ളോഗിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡൻ കാണിച്ച സമയത്ത് എന്താണ് ചുറ്റോട് ചുറ്റും കല്ലൊക്കെ വെച്ചിരിക്കണേ, പണി വല്ലതും നടക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഗസ് ചെയ്തത് കറക്റ്റാണ്. ഗാർഡനിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവിടെയും, അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ ഉള്ള നമ്മുടെ ആ ഗാർഡൻ്റെ പോർഷനിൽ നിറയെ പൂക്കൾ വെച്ചു. അതായത് ഇപ്പോൾ സമ്മർ സീസണിൽ ദുബായിൽ ഇവിടെ ഉണ്ടാവുന്ന വിൻക എന്ന് പറയുന്ന പൂവാണ് വെച്ചിരിക്കുന്നത്. ഇവർക്ക് വെയിൽ വലിയ കുഴപ്പമില്ല. ഒരു 4-5 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നാലും അവർ വലിയ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകും. നമ്മൾ വീട്ടിൽ വാതിൽ തുറന്നിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീലാണല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതുപോലെയാണ് ഞാൻ അതിനെ മാറ്റിയെടുത്തത്. ഇനി വരൂ, നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പോവാം. ഞാനവിടെ പച്ചമുളക്, അതായത് നമ്മൾക്ക് കുറച്ച് പച്ചമുളക് അവിടെ ഉണ്ടല്ലോ, ആ പച്ചമുളക് പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ നടക്കാൻ സമ്മതിക്കാതെ ഓറിയോ കാലിൻ്റെ ഇടയെ കൂടെ നടക്കുകയായിരുന്നു. അവൻ എപ്പോഴും ഇങ്ങനെ ഒരു സ്വഭാവമാണ്, നടക്കുന്ന സമയത്ത് കാലിൻ്റെ ഇടയെ കൂടെ വന്ന് കളിക്കുക എന്നുള്ളത്. അപ്പോൾ പച്ചമുളകിനെ ഞാൻ കുറച്ച് പഴുത്ത മുളകാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സംഭാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സംഭാരത്തിൽ നമ്മൾ പഴുത്ത മുളകിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. വരൂ, നമുക്കുണ്ടാക്കാം ഒരു നാടൻ സംഭാരം. ഓക്കെ, അപ്പോൾ സംഭാരം എന്ന് പറയുന്നത് കുറച്ച് തൈരും ഇരട്ടി വെള്ളവും എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു, ഒരു സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് കടഞ്ഞെടുക്കുക. മത്ത് ഉപയോഗിച്ചിട്ട് നല്ല എന്താ പറയുക, മൺചട്ടിയിൽ നല്ലപോലെ അതിനെ ഇളക്കി നന്നായിട്ട് ഇങ്ങനെ കലങ്ങി അത് നന്നായി ഇളകി വരുമ്പോൾ പത വരും. ഇനി നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് തൈരും കൂടി ഉപയോഗിച്ച് കരിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കുക. ആ പേസ്റ്റിനെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ഇടുക. ഇത് നാരങ്ങയുടെ തൊലി, അതേമാതിരി തന്നെ ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചത്, പച്ചമുളക്, നമ്മുടെ പഴുത്ത പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കലക്കിയെടുക്കുക. നന്നായി പതഞ്ഞ് വരട്ടെ മോര്. സംഭാരം റെഡിയായിരിക്കുകയാണ്. ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. എന്നതിന് ശേഷം തണുപ്പിച്ചിട്ട് ഒന്ന് കുടിച്ചു നോക്കൂ. അടിപൊളിയാണ്. പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സംഭാരം പല രീതിയിൽ ആൾക്കാർ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ചെറിയ ഉള്ളി ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേഗം തന്നെ കഴിക്കണം. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്മെല്ല് വരും. ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നാളെ കാണാം.